അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലം ഇലക്ട്രോണിക് യന്ത്രത്തിൽ വിശ്രമിക്കുകയാണ്. കണക്ക് ആർക്കും എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. ഇപ്പം ഷൗക്കത്ത് 3-ാം സ്ഥാനത്താണ്. എൻ്റെ സർവേ പ്രകാരം ഈ 10,000 വോട്ട് ഇങ്ങോട്ട് വരുന്നതോട് കൂടി സ്വരാജ് കയറും. ഷൗക്കത്ത് 3-ാം സ്ഥാനത്താണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആര് ജയിച്ചാലും അൻവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ആര്യാടൻ ഷൗക്കത്ത് 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് PV അൻവർ. കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. വിവരം നാളെ അറിയല്ലോ, മറ്റന്നാൾ കാത്തിക്കണ്ടല്ലോ. പ്രിയ സുഹൃത്ത് PV അൻവർ അദ്ദേഹം ജയം അവകാശപ്പെടുന്നുണ്ട്. UDF-ൽ നിന്ന് 25,000 വോട്ടും LDF-ൽ നിന്ന് 20,000 വോട്ടും പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 10-35,000 വോട്ടും എല്ലാം കൂടി ചേരുമ്പോൾ 1,00,000-ഓളം വോട്ട് പുള്ളിക്ക് കിട്ടും. 9,410 10,000-ലേക്ക് അടുക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം. 9,410. KPCC ഓഫീസിൽ ലഡു, എറണാകുളം DCC ഓഫീസിൽ ലഡു, ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ ലഡു, അൻവറിന്റെ വീട്ടിലും ലഡു. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരിടത്തെ ലഡു ഉണ്ടാവാറുള്ളൂ അല്ലേ? അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പോവുകയായിരുന്നു.